ഞാനെന്തിനാണ് എനിക്ക് ശമ്പളം തരുന്നത്? ഇങ്ങനെ കുത്തിയിരുന്ന് പത്രം വായിക്കാനാണോ? തന്റെ സാലറിയിൽ നിന്ന് 20 രൂപ കട്ട്. പക്ഷേ ബല്ല സാറേ, ഞാൻ ഒന്നും പറയണ്ട, നടക്കണോ? ജോലി എന്തെന്ന് വെച്ചാ ചെയ്യ്. അയ്യോ, എന്താ ഇത്? ജോൽദോന്റെ കടയിൽ നിന്ന് സഫാജത്ത് സോപ്പ് വാങ്ങൂ, അങ്ങനെ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള അവസരം നേടൂ. ഇതിനെയാണ് നമ്മൾ സുവർണ അവസരം എന്നൊക്കെ പറയുന്നത്. ഒരു സഫാജത്ത് സോപ്പ് തരൂ. അത് ശരി, ഒരു സോപ്പാണല്ലേ, ഇപ്പൊ തന്നെ എടുത്തു തരാം കേട്ടോ. അതെ തോലിച്ചേട്ടാ, നിങ്ങളുടെ സഫാജത്ത് സോപ്പിൽ എത്ര സ്വർണ്ണ നാണയമാണ് കിട്ടിയത്? എടോ മാലു, ഞാൻ 20 സോപ്പാണ് വാങ്ങിയിട്ട് പോയത്. അതിൽ നിന്ന് 2 സ്വർണ്ണ നാണയമാണ് എനിക്ക് കിട്ടിയത്. അതെയോ? ഞാൻ 50 സോപ്പാണ് മേടിച്ചത്, എനിക്ക് 5 സ്വർണ്ണ നാണയങ്ങളും കിട്ടി. അത് കൊള്ളാം. ഞാൻ ഇന്ന് 100 സോപ്പുകൾ കൂടി വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അത് മതിയോ? ഞാൻ 200 സോപ്പാ വാങ്ങാൻ പോകുന്നത്. ഇതാ സാറേ നിങ്ങൾ പറഞ്ഞ സോപ്പ്. ഒന്നോ? ആർക്കാ ഒന്ന് വേണമെന്ന് പറഞ്ഞത്? എനിക്ക് കടയിലെ മുഴുവൻ സഫാജത്ത് സോപ്പും വേണം. എല്ലാം അങ്ങ് എടുത്തോളൂ. എന്താ ഇത്? ഇത്രയും സോപ്പ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് സാറേ? ഞാൻ ഈ സോപ്പ് കൊണ്ടുപോയിട്ട് അച്ചാറെടുക്കുകയോ ഹൽവ ഉണ്ടാക്കുകയോ ചെയ്യും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് സോപ്പ് കൊടുത്ത് അയച്ചാൽ മതി. ഒരുപാട് സാധനങ്ങൾ വൃത്തിയാക്കാനുണ്ട്. ഇതാ നിങ്ങളുടെ സോപ്പിന്റെ കാശ്. ഈ സോപ്പിനകത്ത് സ്വർണ്ണ നാണയമൊന്നുമില്ല എന്ന് ആരാ പാപത്തിനോട് പോയി ഒന്ന് പറയുന്നത്? ഇതൊക്കെ ലാലാ ചോല രാമന്റെ അടവുകളല്ലേ? അതേന്ന്. ഇങ്ങയുടെ സോപ്പ് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ഞാൻ കാലത്ത് തൊട്ട് 100 തവണയാ കുളിച്ചത്. എനിക്കിതില് സ്വർണം അടക്കുന്നുണ്ട്. ഇതിലൊന്നും സ്വർണ്ണ നാണയം കാണുന്നില്ലല്ലോ. ചിലപ്പോ അടുത്തതിലുണ്ടാകും. ഇതിലും കാണുന്നില്ല, ഇതിലുമില്ല, ഈ സോപ്പിലുമില്ല, ഇതിലുമില്ല. ഇനി എപ്പോഴാണ് എനിക്ക് സ്വർണ്ണ നാണയം കിട്ടുന്നത്? ഇതിലൊന്ന് നോക്കട്ടെ. അയ്യോ അല്ല സാറേ, എന്താണോ? അയ്യോ ഏയ് ബല്ല, ഈ ബല്ല എവിടെ പോയി കിടക്കുവാ? അയ്യോ എന്റെ പോലീസ് മാഡം! ഒലക്കയുടെ മൂട് സോപ്പ് ഫാക്ടറി ആണോ ഇത്? ഇതെന്താ നിങ്ങൾ ഓഫീസിൽ ഇങ്ങനെ സുനാമി വന്നിരിക്കുന്നത്? എടോ ബല്ലേ, ഇതെന്താ നിങ്ങളുടെ ഓഫീസ് അലക്കുകാരുടെ വീട് പോലെ കിടക്കുന്നത്? സോപ്പിനകത്ത് സ്വർണ്ണ നാണയം ഉണ്ടോ നോക്കുകയായിരുന്നു. ലാലാ ചോലാന്റെ സഫാജത്ത് സോപ്പിനകത്ത് സ്വർണ്ണമുണ്ടെന്നാ പറഞ്ഞത്. അയാളുടെ കടയിൽ 500 സോപ്പാ ഞാൻ മേടിച്ചിട്ട് വന്നത്. അതിൽ 100 എണ്ണം തേച്ച് കുളിക്കുകയും ചെയ്തു. പക്ഷെ ഒരു നാണയം പോലും കിട്ടിയിട്ടില്ല മാഡം. അയ്യോ ബെല്ലാങ്കൾ, ഒരു സ്വർണ്ണ നാണയം പോലും കിട്ടാൻ പോകുന്നില്ല. ലാലാ ചോലൂരാം പലപ്പോഴും ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് സാധനങ്ങൾ വിൽക്കാറുണ്ട്. ഇന്നേ വരെ ആർക്കും പറഞ്ഞത് കിട്ടിയിട്ടേ ഇല്ല. അയ്യോ കഷ്ടം തന്നെ. എന്റെ കാശ് പോയേ, എന്റെ മുഴുവൻ കാശും പോയേ. അയ്യോ പോയേ. ഞാൻ ഈ 400 സോപ്പുകളെ എന്ത് ചെയ്യും മാഡം? എടാ ബഹദൂറെ, താനിപ്പോ ഫാനിൽ തൂങ്ങിക്കിടന്നാണോ കാറ്റ് കൊള്ളുന്നത്? ഇറങ്ങടാ താഴോട്ട്. താഴോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ആ ലാലാ ചോലൂറാമിനെ ജയിലിലെ കാറ്റ് കൊള്ളിക്കണ്ടേ നമുക്ക്? വേണം, ഞാനിതാ വരുന്നു.
അതെ പോലീസ് മാഡം, ലാലാ ചോലുരാമിനെ പിടികൂടുന്നതിന് നിങ്ങൾ ഇവിടെ എത്തിയല്ലോ. പക്ഷേ അതിനു മുൻപ് ലാലാ ചോലുരാമിന്റെ കയ്യിൽ നിന്ന് ബല്ലാ സാറിന്റെ കാശ് തിരിച്ചു വാങ്ങുന്ന കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം. ഞാൻ ഈ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ അനന്തരവാ? നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അന്ന് നമുക്കൊന്ന് പ്രവർത്തിച്ച് കാണിക്കാം അമ്മാവാ. ഞാൻ ലണ്ടനിലെ ബിസിനസ്മാനായ ടോണി ഗോൺസാൽവസ് ആണ്. എനിക്കൊരു ചെറിയ പേടി തോന്നുന്നുണ്ടല്ലോ മാവ. ഹൈ, എന്തിനാ പേടിക്കുന്നത് മിമിക്രി ബ്രോ? അനന്തരവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, അവനെല്ലാം നോക്കിക്കോളും. ഞാൻ ലണ്ടനിലെ ബിസിനസ്മാനായ ടോണി ഗോൺസാൽവസ് ആണ്. ലണ്ടനിൽ ലഭിക്കാത്തതായ ഒരു സാധനം ഈ ഭൂമിയിലില്ലല്ലോ. ഓ, ലണ്ടനിലെ ബിസിനസ്മാൻ ആണോ? സ്വാഗതം സ്വാഗതം. സാറിന് എന്താ വേണ്ടത്? എന്റെ ചേട്ടാ, ലണ്ടനിൽ പോലും കിട്ടാത്ത എന്തെങ്കിലും സാധനം കാണിച്ചു കൊടുക്കൂ, എങ്കിലേ അദ്ദേഹം വാങ്ങൂ. കാശിനെ കുറിച്ച് പേടിക്കണ്ട, കാശ് പൗണ്ട്സായി അദ്ദേഹം തരും. ബൗൺസ്? അതിനെന്താ, ഒരു കുഴപ്പമില്ലെന്നേ. ഈ ഷേവിംഗ് ക്രീം ഒന്ന് നോക്കൂ സാർ. ഇതിനേക്കാൾ നല്ല ക്രീമാണ് ലണ്ടനിൽ കിട്ടുന്നത്. ഐ ആം ടോണി ഗോൺസാൽവസ്. ലണ്ടനിൽ കിട്ടാത്തതായ ഒരു സാധനവും ഭൂമിയിലില്ലെന്ന്. നിങ്ങളുടെ കടയിൽ ഇതിനേക്കാളും നല്ല സാധനമൊന്നുമില്ലേ? പേയ്മെന്റ് ഒക്കെ തരും, പൗണ്ട്സായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇയാളുടെ പക്കൽ നല്ല സാധനങ്ങളൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ നമ്മൾ പോയിട്ട് വരാം. നിങ്ങൾ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഉപഭോക്താവ് ദൈവതുല്യനാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ സർവത്തൊന്ന് കുടിച്ചു നോക്ക്. ഇത് കണ്ടോ? സഫാചാറ്റ് സോപ്പ് ഉപയോഗിച്ചപ്പോ എന്റെ മുഖം വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ? ചേട്ടൻ പെട്ടെന്ന് ചെന്നൊരു 10 സഫാചാറ്റ് സോപ്പ് എടുത്തോണ്ട് വരൂന്നേ. എന്താ ഇത് ലാലച്ചേട്ടാ, നിങ്ങൾ ഈ സഫാചേറ്റ് സോപ്പിനെ കുറിച്ച് പറഞ്ഞതേ ഇല്ലല്ലോ. ഇത് ലണ്ടനിൽ കിട്ടുന്ന സോപ്പല്ല. ടോണി ഗോൺസാൽവസ് ഈ സോപ്പ് തന്നെയാ വാങ്ങാൻ പോകുന്നേ, ശരിയല്ലേ ചേട്ടാ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ സോപ്പൊന്നും ബാക്കിയില്ലല്ലോ. എന്താ, സ്റ്റോക്ക് ഇല്ലെന്നോ? അയ്യോ, ഞാൻ പോവാണ്. എന്താന്ന്, ലണ്ടനിൽ കിട്ടാത്ത ഒരേ ഒരു വസ്തു ഇവിടെ ഉണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റോക്കും ഞാൻ ലണ്ടനിലേക്ക് കൊണ്ടുപോയി നല്ല വിലയ്ക്ക് വെക്കുമായിരുന്നു. പക്ഷെ തന്റെ കടയിൽ സ്റ്റോക്ക് ഒന്നും ഇല്ലെന്നല്ലേ താൻ പറയുന്നത്? വെരി ബാഡ്, വെരി ബാഡ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. എന്റെ മെമിക്രി അങ്കിളെ ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട, അത് പിന്നെ നമുക്ക് പണിയാവും. ഉപഭോക്താവ് ദൈവതുല്യനാണെന്നല്ലേ പറയാറ്. ടോണി സാറേ, എനിക്ക് കുറച്ച് സാവകാശം വേണമായിരുന്നു. ഞാൻ സാറിന് വേണ്ടി ഈ സഫാചാറ്റ് സോപ്പിന്റെ സ്റ്റോക്ക് മുഴുവൻ ഇവിടെ എത്തിച്ചു തരാം. ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് ഞാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ സോപ്പ് മുഴുവൻ എനിക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ. ബല്ലു സാറേ, നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള സഫാചാറ്റ് സോപ്പില്ലേ, അതെനിക്ക് തിരികെ വേണമായിരുന്നു. ഓ, എന്തു പറ്റി? ഇവിടെ 400 സോപ്പുകളാ ബാക്കിയുള്ളത്. എനിക്ക് ഒരു സ്വർണ്ണ നാണയം പോലും കിട്ടിയിട്ടില്ല. എന്റെ സാറേ, ആ സോപ്പിന്റെ ഇരട്ടി വില നിങ്ങൾക്ക് തരാമെന്നേ. സ്വർണ്ണ നാണയവും ഞാൻ തന്നോളാം. ലാലാ, ഇതാ നിങ്ങളുടെ സോപ്പുകൾ. എങ്കിലിതാ നിങ്ങളുടെ മുഴുവൻ പണവും. താങ്ക് യു. പോലീസ് മാഡം, എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടി. ഇനി നിങ്ങളുടെ എൻട്രി അല്ലേ? എന്താ ഇത്? ഇതാണ് ഞങ്ങളുടെ മേഡത്തിന്റെ ഒരു സ്റ്റൈൽ ഇട്ടാ. എടാ ലാലാ ചോലു റാം, നിന്റെ ചതി അവസാനിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ? അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അടവായിരുന്നു അല്ലേ? ഈ ചോലുറാമിന് ആർക്കും പിടിക്കാൻ കഴിയില്ല. തോലു മാലു, ഇവരെ അറ്റാക്ക് ചെയ്യൂ. എറിഞ്ഞു വീഴ്ത്ത സോപ്പും കൊണ്ട്.
ഇഷ്ടം. എന്നാ പിടിച്ചോ, എന്നാ പിടി. വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. പാടോ. ലാലുച്ചേട്ടാ തൊപ്പി. ഹൈ അനന്തരവ, അത് കണ്ടോ നിന്റെ മെറ്റൽ ഹാറ്റിന്റെ അത്ഭുതം. ഇതാണ് ടിറ്റ് ഫോർ ടാറ്റ്. അതായത് എന്റെ സൂപ്പർ ഹാറ്റ്. എടാ തോലുമാലോ എന്നെ ഒന്ന് താഴെ ഇറക്കുക. അയ്യോ. ചോലിച്ചേട്ടാ, ഞങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയി. ഇനി നീ ജയിലിനകത്ത് തൂപ്പുകാരന്റെ ജോലി ചെയ്താ മതിയടാ ചൂല് റാമേ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ ആ അമ്മാവ? പെർഫെക്റ്റ്. ഓക്കേ.